പൂരവിളംബരത്തിനായി നെയ്തിലക്കാവിലമ്മ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രദക്ഷിണം പൂർത്തിയാക്കി തെക്കേ ഗോപുര നട തുറക്കും. പാണ്ടിമേളത്തോടെയാണ് എഴുന്നള്ളത്തിന് വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും അവിടെ നിന്നും ചേരുകയാണ്. അരുണിലേക്കാണ് ആദ്യം പോകുന്നത്. അരുൺ, അങ്ങനെ പൂരത്തിന്റെ വിളംബരമായി അല്പസമയത്തിനകം തന്നെ തെക്കേ ഗോപുര നട തുറക്കുന്ന ആ കാഴ്ച കാണാം. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. മറ്റു വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഗൗതം, ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമായുള്ള കാഴ്ച എന്താ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഈ ഇവിടെ നിന്നും നമുക്ക് പകർത്താൻ പറ്റുന്ന ആ മനോഹരമായുള്ള കാഴ്ച. അതെ, വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിന്റെ അപൂർവങ്ങളിൽ മാത്രം തുറക്കുന്ന തെക്കേ ഗോപുര നട ശിവരാത്രി ദിവസവും അതുപോലെ തന്നെ ഈ പൂര വിളംബരത്തിനും വേണ്ടി മാത്രമായി തുറക്കുന്ന തെക്കേ ഗോപുര നട ഇന്ന് നെയ്തലക്കാവിലമ്മയുടെ ഒരു ദർശനം, അത് മനോഹരമായിട്ടുള്ള ദർശനമാണ്. കാരണം നെയ്തലക്കാവിലമ്മ ഇന്ന് രാവിലെ 8:30 പുറപ്പെട്ടിരിക്കുകയാണ് നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന്. ആ തട്ടകത്തിൽ നിന്ന് ചെമ്പട്ടെടുത്ത് തുളസിയും തെച്ചിപ്പൂവും ചൂടി നെയ്തലക്കാവിലമ്മയുടെ ആ തിടമ്പ് മസ്തകത്തിലെത്തി എറണാകുളം ശിവകുമാർ ഏറ്റവും വലിയ ആന, ഏറ്റവും പ്രധാനപ്പെട്ട ആന, ഉത്സവ കേരളം നെഞ്ചോട് ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന. ആ ആനയുടെ പുറത്തേറി ഉത്തമ പീഠം ഒരുക്കി ഇതാ വരുന്ന ആ എഴുന്നള്ളിപ്പ്. അതെ, ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂർ അതിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. ആ ദേശത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ ദേശനാഥയായിട്ടുള്ള, ദേശത്തിന്റെ ഭഗവതിയായിട്ടുള്ള ശ്രീ ഭദ്രകാളി നെയ്തലക്കാവിലമ്മ ആ ദേശത്തെ ഓരോ ആളുകളുടെയും പ്രാർത്ഥന കേട്ട് അവർക്കെല്ലാം അനുഗ്രഹം വർഷിച്ചുകൊണ്ട് ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു അല്പം മണിക്കൂറുകൾക്ക് മുമ്പ്. അതിനുശേഷം പടിഞ്ഞാറേ നടയ്ക്ക് മുമ്പിലെത്തി ശ്രീമൂലസ്ഥാനത്ത് അതുവരെ ഉണ്ടായിരുന്ന നാദസ്വര മേളത്തിന്, ആ നാദസ്വരമേളം വഴിമാറി മേളത്തിന് വഴിമാറി മനോഹരമായിട്ടുള്ള ആ ഒരു മേളം. പൂരം എന്നുള്ള പറഞ്ഞാൽ തൃശ്ശൂരേക്ക് വരിക, ആ മേളം ഒന്ന് ആസ്വദിക്കുക. എത്ര മനോഹരമാണ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു മേളം. നമുക്കറിയാം, നമ്മൾ രാവിലെ മുതൽ സൂചിപ്പിച്ച് 8 മണി മുതൽ തന്നെ ആ ഒരു വലിയ ചൂടിന്റെ കാഠിന്യം. പക്ഷെ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ആ ചൂടിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ചൂടിന്റെ കാഠിന്യത്തെയും അതിജീവിച്ചുകൊണ്ട് ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിലെത്തിയ ജനക്കൂട്ടം എത്രയെന്ന് പ്രേക്ഷകരെ ഒന്ന് കാണുക. ഈ പൂരത്തിൽ എത്ര കണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ഉഷ്ണതരംഗമുണ്ടെങ്കിലും ഉഷ്ണതരംഗത്തെ തോൽപ്പിക്കുന്ന പൂരാവേശ തരംഗമാണിപ്പോൾ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. ഇതാ ഈ കാണുന്ന മനുഷ്യരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഇത് കണ്ടോ, പുരുഷാരം ഒന്നാകെ
കാത്തിരിക്കുന്ന ആ മനോഹരമായുള്ള കാഴ്ച. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്. കണ്ണിൽ എണ്ണയൊഴിച്ചുള്ള കാത്തിരിപ്പ്, മറ്റൊന്നും പകരം വെക്കാനില്ലാത്ത ആ മനോഹരമായുള്ള കാഴ്ച. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇത് കുടമാറ്റത്തിനുള്ള സമയമായിട്ടില്ല, ഒരു ദിവസം